നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 33 സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ വലിയൊരു ചിന്ത നമുക്ക് ഈ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു. 2, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. 3, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നു. 4, ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക്, മറ്റുള്ള സംഹിതകൾക്ക്, മറ്റുള്ളവരുടേതായിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവവചനത്തിൻ്റെ പ്രത്യേകത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അത് നേരുള്ള വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഉപദേശപരമായും പ്രബോധനപരമായും ചരിത്രപരമായും പ്രവചനപരമായും വാഗ്ദത്തപരമായും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വചനം അത് സത്യം തന്നെയാണ്. അത് ചരിത്രം കൊണ്ടും കാലങ്ങൾ കൊണ്ടും തെളിയിക്കപ്പെട്ട ഒരു സത്യം കൂടിയാണ്. ദൈവിക പ്രവർത്തനത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ദൈവിക പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിയിലുമൊക്കെ ആ ശ്രേഷ്ഠമായ ദൈവിക നന്മ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതെല്ലാം ഒരു ഭക്തനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് നന്ദി പറയുവാൻ കഴിയണം. അതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദൈവവചനം അത് നേരുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നും വിശ്വസ്തതയുള്ളതാണ്, വിശ്വസിക്കാവുന്നതാണ്. അതിൽ നമുക്ക് 100% അനുഭവിക്കുവാൻ അല്ലെങ്കിൽ അനുഗമിക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വസ്തതയുള്ളതാണ്. അതെടുത്തു പറയുവാൻ കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികളിലൊക്കെ അവിശ്വസ്തതകൾ നിറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അത് നീതിയും ന്യായവുമുള്ളതാണ്. ദൈവം ഇഷ്ടപ്പെടുന്നത്, ദൈവത്തിൻ്റെ സൈഡിൽ നോക്കിയാൽ ദൈവം നീതിയുള്ള ഒരു ന്യായാധിപതിയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നീതി നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ വശത്ത് ന്യായമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് 4-ാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത്, ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദയയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയയുണ്ട്. ഒരുപക്ഷേ ഒരു പകലൂടെ കാണുവാൻ, ഒരു പ്രഭാവം കൂടെ കാണുവാൻ നമുക്ക് അവസരം ലഭിച്ചത് തന്നെ
ഒരു വശത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന വസ്തുത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല മാർഗം, ഈ നല്ല ദൈവികമായ അനുഭവങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.